നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. യേശുദേവന്റെ ഉയർപ്പിന്റെ അനുസ്മരണവുമായി ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. യേശുവിന്റെ തിരുസ്വരൂപവും വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പങ്കെടുത്തു. വാഗ്ദാനങ്ങളുടെ ശവപ്പറമ്പാക്കി ഇടുക്കിയിലെ തോട്ടം മേഖലയെ ഇടതുപക്ഷ സർക്കാർ മാറ്റിയെന്ന UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. ഇടുക്കി പാക്കേജ് അടക്കം പ്രഖ്യാപിച്ചതല്ലാതെ നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ലെന്നും ഡീൻ കുര്യാക്കോസ്. വണ്ടൻമേട് വരവുകാട്ടിൽ സാമൂഹ്യ വിരുദ്ധർ ഏലത്തോട്ടം വെട്ടിനശിപ്പിച്ചതായി പരാതി. പൂർണ്ണമായി വെട്ടിനശിപ്പിച്ചത് വണ്ടൻമേട് മാലി സ്വദേശി കണ്ണമ്മ ഹൌസിൽ പെരുമാൾ രാജിന്റെ 1/2 ഏക്കർ ഏലത്തോട്ടം. വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ ഏലം പരിപാലനം താളം തെറ്റി. ജലലഭ്യതക്കുറവ് മൂലം ഏലത്തിന് നനവെത്തിക്കാനും കഴിയുന്നില്ല. ശക്തമായ വേനൽ ചൂടിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ വൻ തുക മുടക്കി പച്ച നെറ്റുകൾ വാങ്ങി വലിച്ചുകെട്ടി തണൽ തീർത്ത കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. യേശുദേവന്റെ ഉയർപ്പിന്റെ അനുസ്മരണവുമായി ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. യേശുവിന്റെ തിരുസ്വരൂപവും വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പങ്കെടുത്തു. പ്രത്യാശയുടെ സന്ദേശം പകർന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചത്. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മയിൽ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരും വരെ തുടർന്നു. അസത്യത്തിന്റെയും അന്യായത്തിന്റെയും വിജയം ക്ഷണികമാണെന്നും എത്ര ത്യാഗം സഹിച്ചും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളണമെന്നുമുള്ള സന്ദേശമാണ് ഈസ്റ്റർ പങ്കുവയ്ക്കുന്നത്. 50 നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ. ക്രിസ്തീയ വിശ്വാസികൾക്ക് യേശുവിന്റെ പുനരുത്ഥാനം വലിയ വിജയോത്സവമാണ്. മനുഷ്യന്റെ വലിയ ശത്രുവായ മരണത്തെ ക്രിസ്തു പരാജയപ്പെടുത്തി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ വലിയ സന്ദേശം. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ ഈസ്റ്റർ ദിന പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു. പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഒടുവിൽ 3-ാം നാൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിനെ അനുസ്മരിച്ചാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചത്. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ വെളുപ്പിനെ 3 മണിക്കാണ് ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ നടന്നത്. വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടന്നു. 50 നോയമ്പിന്റെ സമാപനവും കൂടിയാണ് ഈസ്റ്റർ. ദേവാലയത്തിലെ ചടങ്ങുകൾക്ക് ശേഷം വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിച്ച ഈസ്റ്റർ ആശംസകൾ നേർന്നു. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫെറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോസഫ് വടക്കേപ്പിടിക, ഫാദർ നോബി വെള്ളാപ്പള്ളി, ഫാദർ മനു കിളികുത്തിപ്പാറ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഈസ്റ്റർ ആഘോഷം നടന്നു. ഇടവക വികാരി ഫാദർ ജോൺ വർഗീസ് കോർപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് ഈസ്റ്റർ ചടങ്ങുകൾ ആരംഭിച്ചത്. ഈസ്റ്ററിന്റെ ഭാഗമായി ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണവും നടന്നു.
ഉയർപ്പ് ശുശ്രൂഷയുടെ ഭാഗമായി സ്ലീബ വാഴ്വും തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. നിരവധി വിശ്വാസികൾ ഈസ്റ്റർ ദിന പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. വാഗ്ദാനങ്ങളുടെ ശവപ്പറമ്പാക്കി ഇടുക്കിയിലെ തോട്ടം മേഖലയെ ഇടതുപക്ഷ സർക്കാർ മാറ്റിയെന്ന UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. ഇടുക്കി പാക്കേജ് അടക്കം പ്രഖ്യാപിച്ചതല്ലാതെ നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം ഉപ്പുതറയിൽ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷക്കാലമായി സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്താണ്, അല്ലെങ്കിൽ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. തോട്ടം മേഖലയിലെ ഏറ്റവും വലിയ കുഴപ്പങ്ങൾ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ വാസസ്ഥലങ്ങൾ നല്ല നിലയിൽ പുനരധിവാസം ഉൾപ്പെടെ നല്ല വീടുകൾ വെച്ച് നൽകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാക്കേജുകൾ, സ്പെഷ്യൽ പാക്കേജുകൾ ധാരാളം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ ഒന്നും തന്നെ നടപ്പിലായിട്ടില്ല. ഇടുക്കി പാക്കേജ് എന്ന തരത്തിൽ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകുമെന്ന് 12,000 കോടി രൂപയുടെ പ്രഖ്യാപനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടപ്പിലായില്ല. ഇങ്ങനെ വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു ശവപ്പറമ്പാക്കിയിട്ടാണ് ഇടുക്കി ജില്ലയെ ഇടതുപക്ഷ ഗവൺമെൻറ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം വലിയ പ്രതിഷേധത്തിലാണ് നാട്ടിലെ ജനങ്ങൾ. നല്ല നിലയിലുള്ള പ്രതികരണമാണ് എല്ലാ സ്ഥലത്തും നമുക്കുള്ളത്. UDFൻ്റെ ഒരു ശക്തമായ ഒരു സംഘടനാ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടത്തിലേക്ക്, ഇപ്പോൾ പരസ്യപ്രചരണത്തിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങിയാണ്. 5-ാം തീയതി മുതൽ പരസ്യപ്രചരണത്തിലേക്ക് കടക്കും. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ജനമുന്നേറ്റം ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിരാശരായി നിൽക്കുന്ന ജനങ്ങൾ എന്ന് പറയുമ്പോൾ 2 ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് അവർ നിരാശരായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വലിയ തോതിൽ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. വണ്ടൻമേട് വരവുകാട്ടിൽ സാമൂഹ്യ വിരുദ്ധ ഏലത്തോട്ടം വെട്ടി നശിപ്പിച്ചതായി പരാതി. വണ്ടൻമേട് മാലി സ്വദേശി കണ്ണമ്മ ഹൌസിൽ പെരുമാൾ രാജന്റെ 1/2 ഏക്കർ ഏലത്തോട്ടമാണ് പൂർണ്ണമായി വെട്ടി നശിപ്പിച്ചത്. ഏലം നനയ്ക്കുന്നതിനായി തോട്ടത്തിലെത്തിയപ്പോഴാണ് ചെടികൾ വെട്ടി നശിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. 1/2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന 8 വർഷം പ്രായമായ 350ഓളം ഏലച്ചെടികളാണ് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നത്. ഏലക്കായുടെ വിലയിടിവിനിടയിലും നല്ല രീതിയിൽ പരിപാലിച്ചു വന്നിരുന്ന ഏലമാണ് സാമൂഹിക വിരുദ്ധർ വെട്ടി നശിപ്പിച്ചിരിക്കുന്നതെന്ന് തോട്ടം ഉടമയായ പെരുമാൾ രാജ് പറഞ്ഞു. നേരത്തെ ഇങ്ങനത്തെ ഒരു ഇടപാടുണ്ടായിരുന്നു. 25 ലക്ഷം രൂപ ഇടപാടുണ്ടായിരുന്നു. അത് തിരികെ കൊടുക്കുകയും ചെയ്തു. 16 ലക്ഷം രൂപ തിരികെ കൊടുത്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് സംസാരിച്ചു. ഞങ്ങളെല്ലാം ഒരു 10 ദിവസം അവധി ചോദിച്ചായിരുന്നു. ഇനി 3 ദിവസം ആയിട്ടുള്ളൂ, ഇനി ബാക്കി 6-7 ദിവസം ഉണ്ട്. അപ്പോൾ പുള്ളി പണ്ടം നേരത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു CB ആവറകൾ. ആ പുള്ളി തന്നെ വെട്ടിട്ടുണ്ട്. എനിക്കൊരു സംശയം ഇല്ലാതെ വേറെ ആരും ഇതിനകത്ത് കയറി ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിക്കോ ചെടി വെട്ടോ ചെയ്യാൻ ആരും ഒന്നുമില്ല. എല്ലാ സുഹൃത്തുക്കളെ എല്ലാവരും നല്ല രീതിയായിട്ട് ഉള്ള ആൾക്കാർ തന്നെ ഇവിടെ അവർ തന്നെ ഇപ്പോൾ വെട്ടിയതാണ്. എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് പരാതിയായിട്ട് വന്നിരിക്കുന്നത്. 30 ലക്ഷമായിട്ട് നഷ്ടം. മൊത്തം 350 ചെടി ഉണ്ടായിരുന്നു. 350 ചെടി മൊത്തത്തിൽ വെട്ടിക്കാതെ ഒരു 1/2 ഏക്കർ മുകളിൽ ചെടി വെട്ടിയിട്ടുണ്ട്. 30 ലക്ഷമായിട്ട് നഷ്ടം ശേഖരിച്ചിട്ടുണ്ട്. സമീപവാസിയുമായി ഉണ്ടായ സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് തന്റെ ജീവിതമാർഗമായ കൃഷി വെട്ടിനശിപ്പിച്ചതെന്നാണ് പെരുമാളിന്റെ ആരോപണം. കടുത്ത വേനലിനെ അതിജീവിച്ച് നടത്തുന്ന കൃഷി നശിപ്പിച്ച സാമൂഹിക വിരുദ്ധരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം T. രാജലിംഗം ആവശ്യപ്പെട്ടു. നമ്മൾ പോയി കണ്ടപ്പോൾ വളരെ ദയനീയമായിട്ട് കിടക്കുക. ഈ ഏലത്തോട്ടം എന്ന് പറയുമ്പോൾ ആ ചെടിയൊക്കെ ഇനി വച്ച് പിടിപ്പിച്ച് ഒരു ആദായത്തിൽ കൊണ്ടുവരണമെങ്കിൽ 10-15 വർഷങ്ങളൊക്കെ പിടിക്കും. അങ്ങനത്തെ ഒരു നല്ലൊരു ചെടി ഈ വേനൽക്കാലത്ത് പൊള്ളുന്ന വെയിലിൽ ഇങ്ങനത്തെ ഒരു ചെടിയെ വെട്ടിക്കളഞ്ഞ ആരായാലും അവരെ നിയമത്തിന് മുമ്പ് ഒന്ന് കൊണ്ടുവരണം. കർഷകർക്ക് ഇങ്ങനത്തെ അനുഭവമാണെങ്കിൽ അവർ കർഷകരായിട്ട് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ വരത്തില്ല. ഇത് ഇപ്പം തന്നെ നമ്മൾ കാണുമ്പം തന്നെ ഒരു നിസ്സാരമായിട്ട് കണക്ക് നോക്കിയാൽ 10-30 ലക്ഷം രൂപയുടെ മിച്ചം നഷ്ടം പുള്ളിക്ക് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ പുള്ളി സഹിക്കുന്നു അറിയത്തില്ല. പെരുമാൾ സമീപവാസിയുടെ പക്കൽ നിന്നും 25,50,000 രൂപ വാങ്ങുകയും ഇതിൽ 15 ലക്ഷം രൂപ തിരികെ നൽകുകയും ചെയ്തിരുന്നു. ബാക്കി തുകയ്ക്ക് 10 ദിവസത്തെ സമയം നൽകിയിരുന്നതായും എന്നാൽ 3-ാം ദിവസം തന്നെ സമീപവാസി കൃഷി നശിപ്പിച്ചെന്നുമാണ് പരാതി. 30 ലക്ഷം രൂപയുടെ നഷ്ടമാണ് പെരുമാൾ രാജിന് ഉണ്ടായിരിക്കുന്നത്. കൃഷി നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പെരുമാൾ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വണ്ടൻമേട് പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ ചക്കുവള്ളം അണക്കരയിൽ റൂട്ട് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നൽകുന്നതിനും നിർഭയമായി സമാധാന അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുമുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസും CISF ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ച് നടത്തിയത്. പീരുമേട് കല്ലാർക്കവലയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച അലൻ വെസ്ലിക്ക് നാട് അന്ത്യാഞ്ജലി നൽകി. പാലാ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്നും എത്തിച്ച മൃതദേഹം ഗ്രാമ്പി എസ്റ്റേറ്റ് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപാണ് പീരുമേട് കല്ലാർക്കവലയ്ക്ക് സമീപത്ത് വെച്ച് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ പീരുമേട് ഗ്രാമ്പി എസ്റ്റേറ്റ് 1-ാം ഡിവിഷൻ സ്വദേശി അലൻ വെസ്ലിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അലനെ പാല മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി അലൻ മരിച്ചത്. ആശുപത്രിയിൽ നിന്നും മൃതദേഹം പീരുമേട് ഗ്രാമ്പി എസ്റ്റേറ്റ് 1-ാം ഡിവിഷനിൽ എത്തിച്ചതോടെ നിരവധി ആളുകൾ അലന് അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തി. പരുന്തുംപാറയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന അലൻ നാട്ടുകാർക്കേറെ പ്രിയങ്കരനായിരുന്നു. ഗ്രാമ്പി എസ്റ്റേറ്റ് ലയത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം അലന്റെ മൃതദേഹം എസ്റ്റേറ്റ് പൊതുശ്മശാനത്തിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. ഉപ്പുതറ കാറ്റാടിക്കവല പശുപ്പാറ റോഡ് നിർമ്മാണം വൈകുന്നതിൽ BJP പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പശുപ്പാറ കവലയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി BJP ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കാറ്റാടിക്കവല പശുപ്പാറ റോഡ് നാളുകളായി തകർന്നു കിടക്കുകയാണ്. വിഷയത്തിൽ നിരവധിയായ ജനകീയ പ്രക്ഷോഭങ്ങളും അരങ്ങേറിയിരുന്നു. ഇതേ തുടർന്ന് 2 തവണ ഫണ്ട് അനുവദിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. തുടർന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെയായി റോഡ് നിർമ്മിക്കാൻ യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് BJP പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. BJP ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഭരിക്കുന്നതും ഇടതുപക്ഷമാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷമാണ്. എന്നിട്ട് എന്തെയും നമ്മുടെ ഈ പ്രദേശം നന്നാകാത്തത്? കാലാകാലങ്ങളായി ഏറ്റവും മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് നിയമസഭയിലും പാർലമെന്റിലും മുൻതൂക്കം കിട്ടുന്ന ഒരു ബൂത്തല്ലേ നമ്മുടെ പശുപ്പാറ മേഖല. എന്നിട്ടും എന്തേ ഈ പ്രദേശത്തെ പാടെ ഈ നേതാക്കന്മാർ അവഗണിച്ചു കഴിയുന്നു? അപ്പോൾ എന്ത് വന്നാലും എന്ത് കാണിച്ചാലും ഇവിടെയുള്ളവർ തനിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ആ വിശ്വാസമാണ് നാം ഇനിയുള്ള കാലങ്ങളിൽ ചിന്തിക്കേണ്ടത്. നേതാക്കളായ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, KK രാജപ്പൻ, ജെയിംസ് ജോസഫ്, കുര്യാക്കോസ് ജോസഫ്, ചന്ദ്രൻ, റിനീഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഉപ്പുതറ കൂവലേറ്റം SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുമാരി സംഘങ്ങളുടെ സംയുക്ത നേതൃത്വ യോഗം സംഘടിപ്പിച്ചു. SNDP പീരുമേട് യൂണിയൻ സെക്രട്ടറി KP വേണു യോഗം ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ കൂവലേറ്റം 1173 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുമാരി സംഘങ്ങളുടെ സംയുക്ത നേതൃയോഗം സംഘടിപ്പിച്ചത്. സംഘങ്ങളുടെ ശാക്തീകരണവും ഉന്നമനവും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് SNDP അംഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. SNDP പീരുമേട് യൂണിയൻ സെക്രട്ടറി KP വേണു നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വഭാവം അതാണ്. നമുക്ക് പറ്റൂല. നമ്മൾ ഉടനെ എടുത്തടിച്ച് മേരിക്കുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ലില്ലിക്കുട്ടി ആയിക്കോട്ടെ എന്ന് പറയും. നമ്മുടെ ഒരാളുടെ പേര് പറയാനും നമ്മുടെ പേര് പറയാൻ അയ്യോ എനിക്ക് സമയമില്ല, അതാ എല്ലാവരും പറയുന്നു. അങ്ങനെ മാറി നിൽക്കാതെ പൊതുരംഗത്തേക്ക് സമൂഹത്തിലെ മറ്റു രംഗങ്ങളിലേക്ക് കടന്നു വരുവാനും കൂടി നിങ്ങൾ ആർജവം കാണിക്കണം. യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, യൂണിയൻ കൗൺസിലർ PS ചന്ദ്രൻ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് രാജേഷ് ലാൽ, അമ്പളി സുകുമാരൻ, സിന്ധു വിനോദ്, പ്രമോദ് ധനപാൽ, C ലൈച്ചു, ബീന സുഭാഷ്, KP സന്തോഷ്, VK അഭിലാഷ്, മായ മനോഹരൻ, അമ്പളി സച്ചി, ആർഷ രതീഷ്, സേതുലക്ഷ്മി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വേനൽക്കടുത്തതോടെ ഇടുക്കിയിലെ ഏലം പരിപാലനം താളം തെറ്റി. ജലലഭ്യതക്കുറവ് മൂലം ഏലത്തിന് നനവെത്തിക്കാനും കഴിയുന്നില്ല. ഇതോടൊപ്പം ശക്തമായ വേനൽ ചൂടിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ വൻ തുക മുടക്കി ചെറുകിട കർഷകർ പച്ചനെറ്റുകൾ വാങ്ങി വലിച്ചുകെട്ടി തണൽ തീർക്കുകയാണ്. വേനൽക്കടുത്തതോടെ കാർഷിക മേഖലയാകെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏറ്റുവാങ്ങുന്നത് ഏലം മേഖലയാണ്. ഏലച്ചെടികൾക്ക് 30% തണലും തണുപ്പും എപ്പോഴും ആവശ്യമാണ്. എന്നാൽ വേനൽ ചൂടിന്റെ കാഠിന്യമേറി നീരുറവകളടക്കം വറ്റിവരണ്ട ജലലഭ്യത ഇല്ലാതായതോടെ ഏലച്ചെടികളുടെ പരിപാലനവും പ്രതിസന്ധിയിലായി. ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയതോടെ പച്ചുനെറ്റുകൾ വില കൊടുത്തു വാങ്ങി കർഷകർ കൃഷിയിടത്തിൽ വലിച്ചുകെട്ടി തണല് തീർക്കുകയാണ്. ഇതിനാകട്ടെ വൻ തുകയാണ് മുടക്കേണ്ടിയും വരുന്നത്. നിലവിൽ ഏലക്കായ്ക്ക് വില ഉയർന്നു തുടങ്ങിയതോടെ വരും വർഷത്തിലെങ്കിലും മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കടം വാങ്ങിയും വൻ തുക മുടക്കി പച്ചുനെറ്റ് വലിച്ചുകെട്ടി വേനൽ ചൂടിനെ പ്രതിരോധിക്കുന്നതെന്ന് കർഷകനായ ബിജു വെട്ടിച്ചിറ പറഞ്ഞു. ഏലം കൃഷി നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വേനൽ അതിരൂക്ഷമായതുകൊണ്ട്
ഏലം സംരക്ഷിക്കുന്നത് ഗ്രീൻ നെറ്റൊക്കെ വലിച്ചു കെട്ടി സംരക്ഷിക്കുന്ന മഴ ഇടയ്ക്ക് പെയ്തില്ലെങ്കിൽ ഏലം കൃഷി പൂർണ്ണമായും നശിക്കും. ഗ്രീൻ നെറ്റ് വാങ്ങി മൊത്തം കെട്ടത് സാധിക്കുന്ന ഒരു കേസല്ല. അപ്പോൾ അതൊരു സ്പൈസസ് ബോർഡ് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുന്നത് കർഷകർക്ക് ആശ്വാസമാവും. നനവെത്തിക്കാൻ കഴിയാത്തതിനാൽ വളപ്രയോഗവും പരിപാലനവും നിലച്ചു. ഇതോടെ പലവിധ രോഗങ്ങളും ഏലച്ചെടികൾക്ക് വ്യാപകമാകുന്നുണ്ട്. കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏലം കൃഷിയെ നിലനിർത്തുന്നതിനു വേണ്ട ഒരുവിധ സഹായവും നൽകുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. യേശുദേവന്റെ ഉയർപ്പിന്റെ അനുസ്മരണവുമായി ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. യേശുവിന്റെ തിരുസ്വരൂപവും വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പങ്കെടുത്തു. വാഗ്ദാനങ്ങളുടെ ശവപ്പറമ്പാക്കി ഇടുക്കിയിലെ തോട്ടം മേഖലയെ ഇടതുപക്ഷ സർക്കാർ മാറ്റിയെന്ന UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. ഇടുക്കി പാക്കേജ് അടക്കം പ്രഖ്യാപിച്ചതല്ലാതെ നടപ്പിലാക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ലെന്നും ഡീൻ കുര്യാക്കോസ്. വണ്ടൻമേട് വരവുകാട്ടിൽ സാമൂഹ്യ വിരുദ്ധർ ഏലത്തോട്ടം വെട്ടിനശിപ്പിച്ചതായി പരാതി. പൂർണ്ണമായി വെട്ടിനശിപ്പിച്ചത് വണ്ടൻമേട് മാലി സ്വദേശി കണ്ണമ്മ ഹൌസിൽ പെരുമാൾ രാജിന്റെ 1/2 ഏക്കർ ഏലത്തോട്ടം. വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ ഏലം പരിപാലനം താളം തെറ്റി. ജലലഭ്യതക്കുറവ് മൂലം ഏലത്തിന് നനവെത്തിക്കാനും കഴിയുന്നില്ല. ശക്തമായ വേനൽ ചൂടിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ വൻ തുക മുടക്കി പച്ച നെറ്റുകൾ വാങ്ങി വലിച്ചുകെട്ടി തണൽ തീർത്ത് കർഷകർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.